പാൽപ്പായസ രുചി വൈവിധ്യങ്ങളെ കോർത്തിണക്കി അമൃത TV ആനീസ് കിച്ചൺ പാൽപ്പായസ ചലഞ്ച്. അമൃത TVയുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് പായസ ചലഞ്ച് മത്സരം സംഘടിപ്പിച്ചത്. 10 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ 10 വൈവിധ്യമാർന്ന പാൽപ്പായസങ്ങളാണ് തയ്യാറാക്കിയത്. പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി മത്സരത്തിൽ വിധികർത്താവായി. സദ്യയിൽ പ്രധാനിയായ പാൽപ്പായസത്തിന്റെ രുചിവൈവിധ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരുന്നു മത്സരം. തനത് പാൽപ്പായസക്കൂട്ടിനു പുറമെ കരിക്കും പഴങ്ങളും ധാന്യങ്ങളും പാൽപ്പായസത്തിന് വിഭവങ്ങളായി തീർന്നു. 10 മത്സരാർത്ഥികളും 10 തരം പാൽപ്പായസങ്ങളാണ് തയ്യാറാക്കിയത്. ഇത് ഹെൽത്തി പായസമാണ്, ടെൻഡർ കോക്കനട്ട് പാൽപ്പായസമാണ്. അതിൽ കുറച്ച് ഫ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിന്റെ 3ാം സീസൺ മത്സരമാണ് കൊച്ചിയിൽ നടന്നത്. നമ്മൾ ആനീസ് കിച്ചൻ്റെ കോൺടെസ്റ്റിൽ നടത്തുന്ന എല്ലാ ചാലഞ്ച് മത്സരങ്ങളും എനിക്കിഷ്ടമാണ്. എനിക്ക് അവരെ കൊണ്ട് പറഞ്ഞ പോലെ ചെയ്യിപ്പിക്കുന്നതിൻ്റെ സന്തോഷമല്ല, എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഏറ്റവും കൂടുതൽ ഒത്തു നിൽക്കാൻ പറ്റുന്ന ഡയസാണ്. അത് ഞാൻ ഒരിക്കലും പാഴാക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും വീട്ടിൽ പോയി വർത്താനം പറയാൻ നോക്കുകയല്ലോ, പക്ഷെ ഇവിടെ ആകുമ്പോൾ അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ നോക്കും. അവരുമായിട്ടുള്ള സന്തോഷവും എല്ലാം പങ്കിടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഡയസാണ്. മുൻ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് ഓരോ ടീമിലും മത്സരിച്ചത്. സ്റ്റുഡൻ്റാണ്, ഞാൻ ടീച്ചറാണ്. നമ്മൾ ഹെൽത്തി ഗ്രീൻ സ്പൈസ് ആണ്, എന്നുവെച്ചാൽ ഗ്രീൻ ഐറ്റംസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് മുളപ്പിച്ച ചെറുപയർ, മുളപ്പിച്ച കാഷ്യൂനട്ട്, പിന്നെ ചീര മുളപ്പിച്ചതാണ് ഗാർണിഷ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. പിസ്ത എടുത്തിട്ടുണ്ട് ഗാർണിഷിങ്ങിന്. ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് അവക്കാഡോ പൾപ്പ്. ഇത്രയാണ് അതിലുള്ള ചേരുവകൾ. അത് നമ്മൾ പാലിൽ നല്ലവണ്ണം വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. സാധാരണ കണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായ പാൽപ്പായസങ്ങൾ പരിചയപ്പെടാൻ സാധിച്ചതിലെ സന്തോഷം മത്സരത്തിലെ വിധികർത്താവായ പഴയിടം മോഹനൻ നമ്പൂതിരിയും പങ്കുവച്ചു. ഇത് വളരെയേറെ സന്തോഷകരമായൊരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം പാൽപ്പായസം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉണക്കലരി കൊണ്ടുള്ള പാൽപ്പായസം, അല്ലെങ്കിൽ ഗോതമ്പ്, അതല്ലെങ്കിൽ സേമിയ, അല്ലെങ്കിൽ പാലട, അങ്ങനെ 3-4 പായസങ്ങളാണ് പാൽപ്പായസത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി കണ്ടുവരാറില്ല ഇതുവരെ. പക്ഷേ ഇവിടെ ഇപ്പോൾ എത്തിയപ്പോൾ 10 ടീം 10 വെറൈറ്റി പായസങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ തന്നെയാണ്. എന്നാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പാൽപ്പായസ ചലഞ്ചിൽ മത്സരിച്ച 10 ടീമിൽ നിന്നും 3 ടീമുകളെ വിജയികളായി തെരഞ്ഞെടുക്കും. 50,000 രൂപയാണ് മത്സരത്തിൽ 1ാം സമ്മാനം. 2ാം സമ്മാനമായി 25,000 രൂപയും 3ാം സമ്മാനമായി 15,000 രൂപയും വിജയികൾക്ക് വിതരണം ചെയ്യും. മൈജി ഫ്യൂച്ചർ, മിൽക്കി മിസ്റ്റ്, സ്വർണ്ണമുഖി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, മിൽമ എന്നിവരുടെ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. അമൃത TVയുടെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ഓഗസ്റ്റ് 16 അത്തം ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30 പരിപാടി സംപ്രേഷണം ചെയ്യും. അമൃത ന്യൂസ്, കൊച്ചി.